എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് വിട്ടു, ചേച്ചി ഇത് കാണുമ്പം അവർക്ക് തന്നെ ഒരു എൻകറേജ്മെൻ്റ് ആണ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെയും ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ചിലപ്പം ഇടയ്ക്ക് 2-3 ദിവസത്തെ ഗ്യാപ്പൊക്കെ വന്നാലും പിന്നെയും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യണത്, എനിക്ക് ഇച്ചിരി വെയിറ്റ് കൂടുതലുണ്ട്. ഒരു എയിം വെയിറ്റ് ലോസ്, അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഡയബറ്റിക് ഉണ്ട്. അപ്പം ഡയബറ്റിക് കൺട്രോൾ ചെയ്യുക, കുറച്ച് വെയിറ്റ് ലോസും, ഇത് രണ്ടുമാണ് നമ്മുടെ എയിം. പിന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലിവിങ് സ്റ്റൈല്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തെങ്കിൽ എല്ലാവരും പറഞ്ഞു, ചേച്ചി ഇതൊന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ ഈസിയാണെന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ നോർമൽ രീതിയിൽ നമ്മൾ കിച്ചണിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ അതിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ നോർമൽ ക്യാരറ്റ്, ബ്രൊക്കോളി, പിന്നെ നമ്മുടെ ഏത്തപ്പഴം. അപ്പം നമുക്കൊന്ന് വിശപ്പൊക്കെ മാറാനായിട്ടത് നല്ലതാണ്. പിന്നെ അസ്പാരഗസ്, ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്കറിയായിരിക്കും. പിന്നെ മഷ്റൂം, ഫ്രൂട്ട്സ് ഐറ്റത്തിൽ കുറച്ച് സ്ട്രോബെറി, പിന്നെ ഇത് ബേബി ടൊമാറ്റോ അങ്ങനെ കിട്ടി. അപ്പം നമുക്ക് ഇത് ഒന്ന് യൂസ് ചെയ്യാം. പിന്നെ സെലറി, എല്ലാവരും യൂസ് ചെയ്യുന്ന നമ്മുടെ കുക്കുംബർ, പിന്നെ ഇത് റാഡിഷ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ നോർമൽ, നമ്മുടെ ഇഡ്ഡലി പാത്രമൊക്കെ ഇല്ലേ, ഞാൻ ഇഡ്ഡലി പാത്രമല്ല, നമ്മുടെ നോർമൽ പാത്രത്തിനകത്ത്. അപ്പോൾ നമുക്ക് മുട്ടയും കൂടി വേണം. അപ്പം അതുകൊണ്ട് 2 മുട്ടയും ഇതിൻ്റെ താഴെ ഇട്ടു. അപ്പോൾ ഒരുമിച്ചങ്ങ് ആയിക്കോളും. എന്നിട്ട് നോർമൽ രീതിയിൽ നമ്മൾ അടുപ്പ് ഓൺ ചെയ്യുന്നു. നമ്മൾ ഇത്രയും ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് പ്രോട്ടീൻ ആവശ്യമുള്ളതുകൊണ്ട് മുട്ട നമ്മൾ ചേർക്കാൻ ഓർക്കണം. പിന്നെ നമ്മുടെ സ്റ്റീം ചെയ്യാനായിട്ടുള്ള പാത്രം വെച്ചു. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ പോണേന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് പോകുന്നത് ബ്രൊക്കോളി ഇതിനകത്ത് ഓക്കെയാണ്. അപ്പോൾ ഒരു സൈഡിൽ ബ്രൊക്കോളി ഇട്ടു. ക്യാരറ്റ് ഓക്കെയാണ്, ക്യാരറ്റ് ഇതേ ഒരു സൈഡിലിട്ടു. ഇനി ഇതിനകത്ത് ഇടാൻ പറ്റുന്നത് സെലറി ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ ഓക്കെയാണ്, പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങ് പിടിക്കാത്തത് കൊണ്ട് നമ്മളിതൊന്ന് പതുക്കെ സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഏത്തപ്പഴം, നല്ല മധുരമുള്ള ഏത്തപ്പഴമാണ് പ്രാവശ്യത്തെ. ഇത്രയാണ് ഇതിനകത്ത് പോകുന്നത്. ഇനി ബാക്കി ഇത് ഇപ്പം ഞാൻ ഇതിനകത്ത് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മൾ സ്റ്റീം ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇതിങ്ങനെ അടച്ചു വയ്ക്കുന്നു. അപ്പം അതിനോടൊപ്പം തന്നെ ഇനി അടുത്തത് നമുക്കിവിടെ എയർ ഫ്രയർ ഉണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കേണ്ട. നമ്മുടെ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ അധികം ഉപയോഗിക്കാതെ ഉള്ളൊരു എയിമാണല്ലോ നമ്മുടെ. അപ്പം ഞാൻ എണ്ണ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഞാനൊരല്പം ഒലിവ് ഓയിൽ ഒന്ന് അല്പം ഇങ്ങനെ എടുത്തിട്ട് ഒരു കോട്ടിങ് ഇതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കും. വേറെ ഒട്ടും എണ്ണ വേണ്ട. എന്നിട്ട് അതിനകത്തേക്ക് ഇടുന്നത് മഷ്റൂം, പിന്നെ അസ്പാരഗസ്. ഇത് രണ്ടും മാത്രമാണ് ഇന്നത്തെ ഇപ്പം ഇടേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അല്ലാതെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിവിടെ വെക്കുന്നു. അതൊരു 7-8 മിനിറ്റ് മതി, അതിനുള്ളത് റെഡിയാവും. ബാക്കിയെല്ലാം നമ്മൾ പ്ലേറ്റിലേക്ക് എടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്ത് ഇനി അടുത്തത് നമ്മളിത് ഇവിടെ ബോയിൽ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ ജ്യൂസാണ് ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ കുടിക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇന്ന് എടുത്തിരിക്കുന്നത് ഇത് ഗ്രേപ്പ് ഫ്രൂട്ട് ആണിത്. നമ്മുടെ നാട്ടിൽ ഗ്രേപ്പ് ഫ്രൂട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് ഗ്രേപ്പ് ഫ്രൂട്ട്, ഇതിങ്ങനെ നമ്മുടെ ശരിക്കും നമ്മുടെ ഈ എന്താ പറയുക ബംബ്ലൂസ് നാരങ്ങയില്ലേ നമ്മുടെ നാട്ടിൽ, അതുപോലെ ഇരിക്കും. പക്ഷെ ഇച്ചിരി കയ്പൊക്കെ ഉണ്ട്, പക്ഷെ ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ ഇതിടുന്നു. ഞാൻ പെട്ടെന്ന് ഓർക്കുമായിരുന്നു, അയ്യോ ചാരിറ്റിക്കാണോ ചെയ്യുന്നത്. ചാരിറ്റിക്കാണെങ്കിൽ നമ്മൾ ഗ്ലൗസും ഇതൊക്കെ ഇടണമല്ലോ, നമ്മുടെ വീട്ടിലാണല്ലോ. നമ്മുടെ നോർമൽ മൂസമ്പി, ഒരു മൂസമ്പി എടുത്തു. പിന്നെ ബീട്രൂട്ട്, അതൊരു ബീട്രൂട്ടിന്റെ പകുതി എടുത്തിട്ടുള്ളൂ അത്. പിന്നെ നമ്മുടെ നോർമൽ ഇത് നമ്മുടെ ഒരു ഇഞ്ചിയുടെ ഒരു പീസ് ഇട്ടു.
പിന്നെ പുതിനയില കിട്ടി, അതൊരു 2 പിന്നെ മെയിനായിട്ട് ഇത് നമ്മുടെ കറുകപ്പട്ടയില്ലേ, ഇതെന്തിനാന്ന് ഞാൻ പറയാം കേട്ടോ. പിന്നെ അതിന്റെ കൂടെ ചിയാ സീഡ് 1 സ്പൂൺ. എന്നിട്ട് വേറെ മധുരം ഒന്നും ആഡ് ചെയ്യുന്നില്ല, വെള്ളം ആഡ് ചെയ്യുന്നു. അങ്ങനെ അത് റെഡി ആയിട്ട് അവിടെ ഇരിക്കട്ടെ. ഞാൻ അടിച്ചുകൊണ്ട് വന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മള് ഇന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് പറയുകയാണെങ്കിൽ, ഒന്ന് ക്യാരറ്റ്. ഇതിനൊക്കെ ക്യാരറ്റിന് തന്നെ ഒരു 10 ഗുണങ്ങളുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇത് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ടാസ്ക് തരുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ചാനൽ ചേച്ചിയുടെ മാത്രം ചാനലല്ല, നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന, നമുക്ക് അറിയാവുന്ന നോളജ് ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു യൂസ് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി യൂസസ് നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ കണ്ടുപിടിച്ച് ഒന്ന് കമന്റിൽ ഇടാണെങ്കിൽ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാവും. ഇപ്പൊ നമ്മൾ ആദ്യം എടുത്തത് ക്യാരറ്റ് ആണ്. ക്യാരറ്റിൽ ശരിക്കും പറഞ്ഞാൽ കരോട്ടിൻ ഉണ്ട്. അത് നമ്മുടെ കണ്ണുകൾക്ക് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ അതിനകത്ത് രണ്ടാമതെടുത്ത് ബ്രൊക്കോളിയ. അതിനകത്ത് വിറ്റമിൻ സി ഉണ്ട്. വിറ്റമിൻ സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് രോഗങ്ങളെയൊക്കെ ചെറുത്ത് നിൽക്കാനായിട്ട് വിറ്റമിൻ സി ഒരുപാട് ഉപകരിക്കും. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഈ എടുത്ത ബനാന ഉണ്ടല്ലോ, ബനാന ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും ഷുഗറുകാർക്ക് എന്നും കഴിക്കാതിരിക്കുവാണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ മഷ്റൂമിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ പെട്ടെന്ന് പറയുകയാണെങ്കിൽ മഷ്റൂമിൽ നല്ല ഫൈബർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരുപാട് നല്ലതാണ്. പിന്നെ എടുത്തത് എന്താ, ഞാൻ ബേബി ടൊമാറ്റോ എടുത്തു. ഇത് ഒരു നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. പിന്നെ കുക്കുംബറിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വെള്ളം നിലനിർത്താനായിട്ട്, ഹൈഡ്രേഷന് വേണ്ടിയിട്ട് കുക്കുംബർ നമ്മൾ സാലഡിലൊക്കെ ഉപയോഗിക്കില്ലേ, അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് അതിന്. പിന്നെ റാഡിഷും ഇതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് ആണ്. ഡയബറ്റിക് പേഷ്യന്റിന് നല്ലതാണ്. ഇതിനകത്ത് അല്പം ഗ്ലൂക്കോസ് ഉണ്ടെങ്കിലും അത് നമ്മുടെ ഡയബറ്റിക് പേഷ്യന്റിന് ബുദ്ധിമുട്ടില്ലാത്ത, മീൻസ് അത് ഷുഗർ കൂടാത്ത തരത്തിലുള്ള ഗ്ലൂക്കോസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇതും ഇനിയിപ്പോ എല്ലാ ദിവസവും ഇതൊന്നും കഴിക്കണമെന്നില്ല, നമുക്ക് ഓൾട്ടർനേറ്റീവല്ലേ നമ്മൾ കഴിക്കുള്ളൂ. പിന്നെ സ്ട്രോബെറിയിൽ വിറ്റമിൻ സി ഒരുപാടുണ്ട്. അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഗുണങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്യുക. പിന്നെ വേറെ എന്താണ് ഞാൻ എടുത്തത്, അസ്പാരഗസ് എടുത്തു. അത് ഒരു ഹൈലി ആന്റി ഓക്സിഡന്റ് ആണ്. ഗ്രേപ്പ് ഫ്രൂട്ട്, അതിനകത്ത് ഒരുപാട് വിറ്റമിൻ കെ ഉണ്ട്. അത് നമുക്ക് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഡയബറ്റിക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഗ്രേപ്പ് ഫ്രൂട്ട് ഒരുപാട് നല്ലതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രേപ്പ് ഫ്രൂട്ടിന്റെ കാര്യം, ഞാനത് എന്താ പറയുക, ഗ്രേപ്പ് ഫ്രൂട്ട് ഇങ്ങനെ മുറിച്ചപ്പോഴേ അതിന്റെ ഇത് കണ്ടോ, നമ്മൾ ആ പെംബ്ലോസ് നാരങ്ങയുടെ നമ്മൾ സ്ലേറ്റ് ഒക്കെ മാറ്റാനായിട്ട് ഉപയോഗിക്കില്ലേ, അതുപോലെ തോന്നിയില്ലേ, കാണിച്ചു തരാം കേട്ടോ. ഗ്രേപ്പ് ഫ്രൂട്ട് ഇതാണേ, ഇങ്ങനെ ഇരിക്കുന്ന ഗ്രേപ്പ് ഫ്രൂട്ട്. ഞാൻ ഓരോന്നും കാണിച്ചു തരാമേ. നമുക്ക് ഇവിടെ കിട്ടുന്ന രീതി കാണിച്ചു തരാം. ഇത് സ്ട്രോബെറി ഇങ്ങനെ ഒരു പാക്കിലാണ് വരുന്നത്. ഇത് ടൊമാറ്റോ, ഇത് നല്ല രസമുണ്ട് അല്ലേ, സ്ട്രോബെറി വരുന്ന, സോറി ബീറ്റ്റൂട്ട് വരുന്ന ഇത് കണ്ടോ, അതങ്ങ് മുറിച്ച് കഴിഞ്ഞപ്പോ അതിന്റെ കളർ നോക്കിയേ. പിന്നെ ഇപ്പൊ ഇന്നെടുത്തത് ബേബി കുക്കുംബർ ആണേ. ഇത് കണ്ടോ, അതെ ഇതുപോലത്തെ കുഞ്ഞി കുക്കുംബർ. മഷ്റൂം ഇതുപോലെ നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. ഇന്നത്തെ ചെറിയ മഷ്റൂം, അതുകൊണ്ടാണ് ഞാൻ മുറിക്കാതിരുന്നത്, അല്ലെങ്കിൽ ഞാൻ മുറിച്ചിട്ടാ ചെയ്യുന്നത്. ഇത് ഇതുപോലെ ചെയ്തത്. ഇതാണ് ഇന്നത്തെ മഷ്റൂം. സെലറി ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ ഓരോ തണ്ടാണ് നമ്മൾ എടുക്കുന്നത്. റാഡിഷ്, ഇതാണ് റാഡിഷ്. ബ്രൊക്കോളി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലെ. ഇങ്ങനെയാണ് അസ്പാരഗസ് വരുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ഇതുണ്ടോന്ന് അറിയില്ല, ഞാൻ വേണമെങ്കിൽ ഇത് തുറന്ന് കാണിക്കാം കേട്ടോ. നമ്മുടെ നെൽക്കതിരൊക്കെ പോലെ ഉണ്ടത് ഇതുപോലെ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കറുകപ്പട്ട ഇതിനകത്തിട്ടെന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞങ്ങൾ ഒരുപാട് ഗൂഗിൾ സെർച്ച് ചെയ്തായിരുന്നു. അത് ഡയബറ്റിക് പേഷ്യൻസിന് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഒരുപാട് നല്ലതാണത്. അപ്പം അതിന്റെ മെഡിസിനിൽ തന്നെ ഇതിന്റെ ഒരു അംശം ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു സ്മോൾ പീസ് ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ അപ്പൊ നമുക്ക് ജ്യൂസ് അടിച്ചുകൊണ്ട് വരാം. ജ്യൂസ് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് സാധാരണ മിക്സി തന്നെ ഞാൻ അടിക്കില്ല കേട്ടോ. എന്നിട്ട് അത് ഇങ്ങനത്തെ ഒരു വലിയ അരിപ്പയിലാണ് അരിക്കുന്നത്. ചെറിയ അരിപ്പയിൽ ഇത് പോരില്ലായിരിക്കും. നല്ല കളറൊക്കെ ഉണ്ട്. ഗ്രേപ്പ് ഫ്രൂട്ട് നമ്മൾ കുറെ നാൾ കൂടിയിട്ടാട്ടോ നമുക്ക് കിട്ടിയത്. പക്ഷെ അതിന്റെ അത് മൊത്തം പോരാനായിട്ട് നമ്മളൊരു സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ പറയണേ, ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. നന്നായിട്ട് ജ്യൂസ് എല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോകും. സമയമുണ്ടെങ്കിൽ ഇതിന്റെ ഈ വരുന്ന ബാക്കിയില്ല അതൊന്നുകൂടി വേണമെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാം. എന്നിട്ട് ഇപ്പം ഇവിടെ ഇപ്പം ഇച്ചിരി ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് 2 ഐസ് പീസ് കൂടി ഇടും. അപ്പൊ നല്ല ടേസ്റ്റ്. വേറെ മധുരോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഇത് നമുക്ക് നമ്മുടെ പ്ലേറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം ഇത് റെഡി ആയതുകൊണ്ട്. നമ്മുടെ ഇത്രയും മതി, ഒരുപാട് ആവണ്ട, ഇത്രയും ആയാൽ മതി. മുട്ടയും ആയി കാണും. നമുക്കത് ഓഫ് ചെയ്യാം. നമ്മൾ പ്ലേറ്റിൽ നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. ആദ്യം നമ്മുടെ ടൊമാറ്റോ, പിന്നെ റാഡിഷ്, ഇത് കുറച്ച് കൂടുതൽ സാധനം എടുത്തു നിങ്ങളെ കാണിക്കാനായിട്ട്. കുക്കുംബർ, സ്ട്രോബെറി, ഇനി നമ്മുടെ എയർ ഫ്രയറിന്റെ ഇത് മഷ്റൂമും അസ്പാരഗസും ശരിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജ്യൂസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല റെഡ് കളർ ജ്യൂസാണ്. അപ്പൊ ഈ ജ്യൂസിൽ ഗ്രേപ്പ് ഫ്രൂട്ട് ഉള്ളതുകൊണ്ട് ഇത് അല്പം കയ്പുണ്ട്. നമുക്ക് വേറെ മധുരം ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇത്തിരി ഐസ് കൂടി ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. ഒരു തണുപ്പ്, ഇവിടെ ചെറിയൊരു ചൂടിന്റെ കാലാവസ്ഥ കൂടിയാണ്. അപ്പം ഐസ് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി നമുക്ക് ഗ്ലാസ്സിലേക്ക്. റെഡ് കളർ ജ്യൂസാണ് കേട്ടോ. അപ്പൊ ജ്യൂസ് രണ്ടും ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. റെഡ് കളറിലാണ്. നമുക്ക് കുടിക്കാം. പിന്നെ നമ്മൾ സ്റ്റീം ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഒന്ന് അടുത്ത് കാണിക്കാം കേട്ടോ. നമ്മുടെ സ്ട്രോബെറി, കുക്കുംബർ, നമ്മുടെ ബേബി ടൊമാറ്റോ, സെലറി, മഷ്റൂം, അസ്പാരഗസ്, നമ്മുടെ സ്വന്തം ഏത്തപ്പഴം, ബ്രൊക്കോളി, റാഡിഷ്, മുട്ട. ഇനി അതിന് നമുക്ക് കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ സോൾട്ടും പിന്നെ ഒരു നാരങ്ങയും ആവശ്യാനുസരണം ഇതെല്ലാം സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാം. അപ്പം ഇങ്ങനെയൊന്നും വെച്ചാൽ എല്ലാം റെഡി ആയിട്ടുണ്ട്.